ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ള CPMൻ്റെയും പിണറായി സർക്കാരിൻ്റെയും അറിവോടെയും ഒത്താശയോടെയുമാണ് എന്ന് വ്യക്തമായി വരിക തന്നെയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് N. പത്മകുമാറിനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തതോടെ CPMും സർക്കാരും പൂർണ്ണമായി പ്രതിക്കൂട്ടിലായിരിക്കുക തന്നെയാണ്. സ്വർണ്ണപ്പാളി ചെമ്പാണ് എന്ന് രേഖപ്പെടുത്തി കളവ് നടത്തിയത് പത്മകുമാർ പ്രസിഡന്റായിരുന്ന കാലത്താണ് എന്ന് നേരത്തെ അറസ്റ്റിലായവർ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിട്ടുണ്ടായിരുന്നു. ഇത് സംബന്ധിച്ച രേഖകളും പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തത്. പത്മകുമാർ എന്തൊക്കെ വിവരങ്ങളാണ് വെളിപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളത് വ്യക്തമല്ല. ശബരിമലയിൽ തുടർച്ചയായി സ്വർണ്ണക്കൊള്ളയ്ക്ക് നേതൃത്വം നൽകിയതായി കണ്ടെത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റി മുതൽ മുൻ ദേവസ്വം കമ്മീഷണറും പ്രസിഡന്റുമായ N. വാസുവും പത്മകുമാറും വരെയുള്ളവർക്ക് CPMുമായി അഭേദ്യമായ ബന്ധമാണുള്ളത്. വാസുവും പത്മകുമാറും CPMൻ്റെ പ്രതിനിധികളായാണ് ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് പദവിയിൽ എത്തിയത്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ നിന്ന് ഇവരെ സംരക്ഷിക്കാൻ CPMും സർക്കാരും പരമാവധി ശ്രമിക്കുകയും ചെയ്തു. ഇവർ ദേവസ്വം ബോർഡ് ഭരിക്കുമ്പോഴാണ് കൊള്ള നടത്തുന്നത് എന്ന് നേരത്തെ തന്നെ വ്യക്തമായ കാര്യവുമാണല്ലോ. എന്നിട്ടും ഇവരെ തള്ളിപ്പറയാനോ സ്വന്തം നിലയ്ക്ക് കേസെടുക്കാനോ പിണറായി സർക്കാർ തയ്യാറായതുമില്ല. ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ജനരോഷം ശമിപ്പിക്കാൻ പത്മകുമാറിനെ തൽക്കാലം വിട്ടുകൊടുത്തിരിക്കുകയാണ് എന്ന് വേണം കരുതേണ്ടത്. അന്വേഷണത്തിന് കോടതിയുടെ മേൽനോട്ടം ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഇതുവരെ പത്മകുമാറിനെ ചോദ്യം ചെയ്യാനും അറസ്റ്റ് ചെയ്യാനും തയ്യാറാവാതിരുന്നത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ലഭിക്കേണ്ടതായി തന്നെയുണ്ട്. പത്മകുമാർ പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴി പൂർണ്ണമായും പുറത്തു വരുമോ എന്നുള്ള കാര്യത്തിലും സംശയമുണ്ട്. കാരണം താൻ ഒറ്റയ്ക്കല്ല എല്ലാം ചെയ്തിട്ടുള്ളത് എന്നും ദൈവതുല്യരായ ആളുകൾ ഇതിലുണ്ട് എന്നും ശബരിമലയിൽ മാത്രമല്ല മറ്റിടങ്ങളിലും ഇത്തരം കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നും പത്മകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. പത്മകുമാർ ഇങ്ങനെ പറഞ്ഞത് ബോധപൂർവം തന്നെയാണ്. തന്നെ രക്ഷിച്ചില്ല എങ്കിൽ എനിക്ക് ഇക്കാര്യത്തിൽ മറ്റുള്ളവരുടെ പങ്കും വെളിപ്പെടുത്തേണ്ടി വരും എന്നുള്ള മുന്നറിയിപ്പാണിത്. പത്മകുമാറിൻ്റെ ചോദ്യം ചെയ്യലും അറസ്റ്റും വൈകിയതിന് പിന്നിൽ ഇതൊരു കാരണം തന്നെയാണ്. തെളിവുകൾ നശിപ്പിക്കാനും അന്വേഷണ സംഘത്തോട് എന്തൊക്കെ പറയണമെന്ന് തീരുമാനിക്കാനുള്ള സാവകാശമാണ് ഇയാൾക്ക് ലഭിച്ചത്. ഇതുകൊണ്ടാണ് യാതൊരു കൂസലുമില്ലാതെ പത്മകുമാർ ചോദ്യം ചെയ്യലിനും അറസ്റ്റിനും വഴങ്ങിയത് എന്ന് വേണം കരുതേണ്ടത്. ഇത്രയൊക്കെ ആയിട്ടും N. വാസുവും പത്മകുമാറൊന്നും കുറ്റക്കാരല്ല എന്ന് CPM നേതാക്കൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും പുറത്തു വരട്ടെ, കുറ്റക്കാർ ശിക്ഷിക്കപ്പെടട്ടെ എന്നൊക്കെ ഇവർ കൂട്ടിച്ചേർക്കുന്നുണ്ടെങ്കിലും അത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രമാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നില്ലായിരുന്നുവെങ്കിൽ ഇതായിരിക്കില്ല CPMൻ്റെ നിലപാട്. സാഹചര്യം ഇപ്പോൾ പ്രതികൂലമാണ് എന്നും കുറച്ചു കാലത്തേക്ക് സഹകരിക്കണമെന്നും വേണ്ടപ്പെട്ടവർ പത്മകുമാറിനെ പോലുള്ളവരോട് പറഞ്ഞിട്ടുണ്ടായിരിക്കണം. കോടതിയുടെ നിരീക്ഷണം ഉള്ളതിനാലും തെരഞ്ഞെടുപ്പിൽ വോട്ട് നഷ്ടപ്പെടുന്നതിനാലും നാടകം കളിക്കാൻ CPMും സർക്കാരും നിർബന്ധിതർ തന്നെയാണ്. തെറ്റ് ചെയ്തവർ ആരായാലും തൂക്കിയെടുത്ത് അകത്തിടാൻ മുഖ്യമന്ത്രി പിണറായി പറഞ്ഞിട്ടുണ്ട് എന്ന് സൈബർ സഖാക്കൾ ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത് ഈ നാടകത്തിൻ്റെ ഭാഗമാണ്. ശബരിമലയുമായി ബന്ധപ്പെട്ട ഏത് കാര്യത്തിലും CPMൻ്റെയും പിണറായി സർക്കാരിൻ്റെയും കാപട്യം ജനങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ്. സ്വർണ്ണക്കൊള്ളക്കാരെ പിടികൂടുന്നതിൽ സർക്കാരിനെയല്ല കോടതിയാണ് ജനങ്ങൾക്ക് വിശ്വാസം. പക്ഷേ പത്മകുമാറിനെ പോലെയുള്ളവർ പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴികൾ പൂർണ്ണമായും കോടതി മുമ്പിൽ എത്തുമോ എന്നുള്ള കാര്യം സംശയമാണ്. അന്വേഷണ സംഘത്തിൽ ഉള്ളതും പിണറായിയുടെ പോലീസ് തന്നെയാണല്ലോ. മുഖ്യമന്ത്രിയും കുടുംബവും ആരോപണ വിധേയരായ അഴിമതി കേസുകളിൽ പോലീസ് എന്താണ് ചെയ്തത് എന്ന് ജനങ്ങൾ കണ്ടിട്ടുള്ളതാണ്. ഈ പശ്ചാത്തലമൊക്കെ കോടതി മനസ്സിലാക്കും എന്നുള്ള പ്രതീക്ഷ ജനങ്ങൾക്കുണ്ട്. അവർ കാത്തിരിക്കുക തന്നെയാണ്.